ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ജോയിന്റ് കൗൺസിൽ സുവർണ ജൂബിലി സെമിനാറിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിലേക്ക് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇന്നത്തെ ഈ സെമിനാറിൽ കൈകാര്യം ചെയ്യുന്നത് പ്രളയാനന്തരം പുനർനിർമ്മാണവും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കാൻ തയ്യാറായ ജോയിന്റ് കൗൺസിലിനെ ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഈ സെമിനാറിൽ സംസാരിക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷവും ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സിവിൽ സർവീസ് മേഖല കേരള സമൂഹത്തെക്കുറിച്ചും അതിൻ്റെ ഭാവിയെക്കുറിച്ചും എത്രമാത്രം തൽപരരാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സെമിനാർ. സാധാരണ നിലക്ക് ജീവനക്കാരുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള ഇടപെടലുകളാണ് സർവീസ് സംഘടന നടത്തുക. എന്നാൽ കേരളത്തിൻ്റെ ആകെ പൊതു താൽപ്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് സംഘടനകൾ തയ്യാറാകുന്നു എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഈ സെമിനാർ. കാലവർഷക്കെടുതി അതിൻ്റെ ഒരു വിവരണത്തിലേക്ക് കടക്കേണ്ടതായിട്ടില്ല. അതിഗുരുതരമായാണ് നമ്മെ ബാധിച്ചത്. ആദ്യഘട്ടം അതെങ്ങനെ മറികടക്കും എന്നത് തന്നെയാണ്. ഈ ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുന്നതിന് നമ്മുടെ ഭരണയന്ത്രം സജീവമായി ഇടപെട്ടു എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായി വരുന്നത് ജീവനക്കാരുടെ പങ്കാളിത്തം തന്നെയാണ്. വലിയ തോതിലുള്ള കരുത്തും അർപ്പണബോധവും സംസ്ഥാന ജീവനക്കാർ ഈ ഘട്ടത്തിൽ പ്രകടിപ്പിച്ചു എന്നതാണ് വസ്തുത. സാധാരണ നിലക്ക് സർക്കാർ പ്രവർത്തനത്തിൽ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൽ എത്ര കണ്ട് വിജയിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഒരു കുറവുമില്ലാതെ എല്ലാ വകുപ്പുകളും നല്ല ഏകോപനത്തോടെ ഇടപെട്ട ഒരു ഘട്ടമായിരുന്നു നമ്മുടെ പ്രളയഘട്ടം. സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഏകോപിതമായ രീതിയിൽ നമ്മുടെ വിവിധ വകുപ്പുകൾക്ക് അവരുടെ ജീവനക്കാർക്ക് നടത്താൻ കഴിഞ്ഞത്. അതെല്ലാം കൂടിയാണ് ആ ഘട്ടത്തിൽ നമ്മുടെ നാടിന് മറ്റു നാട്ടുകാരെല്ലാം പ്രശംസ നൽകുന്നതിന് ഇടയാക്കിയത്. ഇവിടെ സംസ്ഥാന കേന്ദ്ര വിവിധ ഏജൻസികൾ, നമ്മുടെ ബഹുജനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. ആ ഘട്ടത്തിൽ സർക്കാർ വകുപ്പുകൾ ഇവിടെ പ്രസ്താവിച്ചതുപോലെ അണബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്ന നിലയുണ്ടായി. അത് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല.
അത്തരം പ്രവർത്തനങ്ങൾ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന നിലയുമുണ്ടായി. ഇവിടെ സാലറി ചാലഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ അനുഭവം നല്ല പ്രതികരണം പൊതുവെ ഉണ്ടായി എന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ലോകത്താകെയുള്ള മലയാളികളിൽ നിന്നും ഇക്കാര്യത്തിൽ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. ഇവിടെ ശമ്പളം എന്ന അവകാശത്തിന്മേൽ കൈകടത്താനൊന്നും സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. നമ്മുടെ നാട് നേരിട്ടൊരു മഹാദുരന്തം. ആ ദുരന്തത്തിൽ സ്വയമേവ പലരും അവരുടെ പരിധിക്കപ്പുറമുള്ള സഹായം നൽകാൻ തയ്യാറാവുകയും ആ ഘട്ടത്തിൽ ആരും പറയാതെയും നിർബന്ധിക്കാതെയും വലിയ തോതിൽ ആളുകൾ മുന്നോട്ട് വന്ന കാഴ്ചയാണ് കാണാൻ നമുക്ക് കഴിയും. ഇന്നുപോലും ഇപ്പം അത്ര കണ്ട് തിരക്കനുഭവപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് കാലത്തോടെ അനുഭവം പോലും ഒരാൾ വന്ന് 7 ലക്ഷം രൂപയുടെ ചെക്ക് ഏൽപ്പിച്ചതാണ്. ഇത്തരത്തിലുള്ള അനുഭവമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ തങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നിലയാണ് ഈ കാര്യത്തിൽ ജീവനക്കാർ വഹിച്ചിട്ടുള്ളത്. ഇവിടെ കാൻ രാജേന്ദ്രൻ പറയുകയുണ്ടായി, നമ്മുടെ നഷ്ടത്തിൻ്റെ തോത് എത്രത്തോളമാണ് എന്നുള്ളത്. 39,000 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഷിക പദ്ധതിയേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുനർനിർമ്മാണം എന്നത് അതിബൃഹത്തായ ഒരു കർത്തവ്യമായിട്ടാണ് നാം കാണേണ്ടത്. അത് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. കാരണം നമുക്ക് നമ്മുടെ നാടിനെ പുനർനിർമ്മിച്ചേ മതിയാവും. പണ്ട് ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ പുനർനിർമ്മിക്കുകയല്ല, കൂടുതൽ മെച്ചപ്പെട്ട കേരളത്തെ വാർത്തെടുക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ സർവീസുകൾ ഒന്നടങ്കം ഉണർന്നു പ്രവർത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനവുമാണ്. സർവീസ് മേഖലയാകെ ഈ ഘട്ടത്തിൽ സേവന മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമീപനം സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് ഒരു പുതിയ കേരളം വാർത്തെടുക്കണമെങ്കിൽ പ്രളയഘട്ടത്തിൽ നാം കാണിച്ച രീതിയിലുള്ള ഏകോപനവും അർപ്പണബോധത്തോടുള്ള പ്രവർത്തനവും ഒഴിച്ചുകൂടാത്തതാണ്. ഇവിടെ സർവീസ് രംഗത്തുള്ള സംഘടനകൾ ഇതിന് ഉതകുന്ന രീതിയിൽ ജീവനക്കാരെ പ്രാപ്തമാക്കാനുള്ള ഇടപെടലുകളും നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ശരിയായ ദിശാബോധം ജീവനക്കാരിലാകെ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് ഈ പ്രളയ ദുരന്തത്തെ ശരിയായ രീതിയിൽ മറികടക്കുന്നതിന് കഴിഞ്ഞത് നമ്മുടെ നാട് ആർജിച്ച മതനിരപേക്ഷതയുടെ
പ്രത്യേകതയാണ്, അതിൻ്റെ കരുത്താണ് എന്നത് മറക്കാൻ പാടില്ല. എല്ലാ ഭിന്നതകളെയും മറന്ന് ഒന്നായി നിൽക്കുന്നതിന് ഇടയാക്കിയത് ഈ ഒരു പ്രത്യേകത തന്നെയാണ്. അത്തരമൊരു കൂട്ടായ്മയും സംസ്കാരവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും നമുക്ക് കഴിയണം. നവോത്ഥാന മൂല്യങ്ങൾ ഇത്തരമൊരു മതനിരപേക്ഷതാ ബോധം ശക്തിപ്പെടുത്തുന്നതിന് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ നവോത്ഥാന മൂല്യങ്ങളെയും മതനിരപേക്ഷ സംസ്കാരത്തെയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തുല്യ അവകാശമുള്ളവരാണ്. ആ തുല്യ അവകാശം യാഥാർത്ഥ്യമായി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം. നാം പല കാര്യത്തിലും നാടിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചൊരു നാടാണ്. അത്തരമൊരു നാട്ടിൽ ചില അപശബ്ദങ്ങൾ ഈ അടുത്ത കാലത്തായി ഉയരുന്നു എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം അപശബ്ദങ്ങൾ ഉയരുന്നു എന്ന് വരുമ്പോൾ നവോത്ഥാന മൂല്യങ്ങളും മതനിരപേക്ഷ സംസ്കാരവും കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കാൻ നാം ബോധപൂർവം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത്തരമൊരു ജീവിതശൈലിയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സംഘടനകളും സംസ്ഥാനത്തിനകത്ത് ഇടപെടേണ്ട ഒരു ഘട്ടമാണിത്. ഇവിടെ സഹജീവികളെയെല്ലാം നമുക്കൊപ്പം കാണുന്ന ഒരു സംസ്കാരത്തിൻ്റെ അടിത്തറയാണുള്ളത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ നാടിൻ്റെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത്. പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട ജീവനക്കാരിലും ഈ കാഴ്ചപ്പാട് നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പുരോഗമന മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ പ്രതിസന്ധികളിൽ തളരാത്തതും ദുരന്തങ്ങൾക്ക് തകർക്കാനാവാത്തതുമായ സുസ്ഥിര നവകേരളം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് നാം പുനർനിർമ്മാണ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്ത് അത് നടപ്പിലാക്കുന്നു. അതേസമയം തന്നെ മറുവശത്ത് കേരള സമൂഹം പുരോഗമനപരവും മതനിരപേക്ഷവുമായി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നു. ഇത് രണ്ടും ഒന്നിച്ചു തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് ധാരകളെയും ശരിയായ രീതിയിൽ സമന്വയിപ്പിച്ച്
മുൻപോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സുസ്ഥിരമായ കേരളത്തെ പുനർനിർമ്മിച്ചുവെന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ LDF ഗവൺമെൻറ് നേരത്തെ തന്നെ 4 മിഷനുകൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ സമഗ്രമായ വികസന പദ്ധതികൾ മുന്നോട്ട് വച്ചു. അവ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മഹാദുരന്തം നമുക്ക് നേരിടേണ്ടി വന്നത്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഈ ദുരന്തത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്ന അവസ്ഥ, നാം സ്വയം പര്യാപ്തമല്ലാത്ത ചില മേഖല, ഇപ്പോൾ പാല്, പച്ചക്കറി, മുട്ട, ഈ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തത കൈവരിക്കാനാവും. അതൊരു ദീർഘകാല ലക്ഷ്യമായിരുന്നില്ല, പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നാം മുന്നോട്ട് നീക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത്. അത് കുറച്ച് നല്ല തിരിച്ചറിവ് തന്നെ നമുക്കുണ്ടാക്കി എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൻ്റെ കാർഷിക മേഖല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പലതും ദീർഘകാല വിളകളെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടാകുന്ന ദുരന്തം ദീർഘകാലത്തെ ഉൽപാദനത്തെ ബാധിക്കും എന്ന പ്രശ്നവും നാം അംഗീകരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടാകേണ്ട വികസനങ്ങൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമായിരുന്നു നാം സ്വീകരിച്ചത്. അതിലും ഈ മഹാദുരന്തം ഉണ്ടാക്കിയ ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ മുന്നിൽ നിസ്സഹായത പ്രകടിപ്പിച്ച് അമ്പരന്ന് നിൽക്കാൻ നമുക്കാവില്ല. കാരണം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദുരന്തങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്താണ് പ്രധാനം. സംസ്ഥാനത്തിൻ്റെ പുനർനിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഒരു പുതിയ കേരളം, നവകേരളം നമുക്ക് സൃഷ്ടിക്കാനാവുക. ഇതിന് ഭരണയന്ത്രം ഫലപ്രദമായി ചലിക്കുക എന്നത് പ്രധാനമാണ്. അതിലൂടെ മാത്രമേ ഈ ഇരട്ട ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുനർനിർമ്മാണത്തിനായി ഒരു പ്രത്യേക സംവിധാനം തന്നെ ഏർപ്പെടുത്തുക എന്ന സമീപനം സർക്കാർ സ്വീകരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള പുനർനിർമ്മാണ പദ്ധതി, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ രൂപീകരിച്ചത് ഈ ഉദ്ദേശത്തോടെയാണ്. ആസൂത്രണത്തിലും നിർമ്മാണത്തിലും നല്ല വേഗതയും കാര്യക്ഷമതയും ഉൾക്കൊണ്ടുള്ളതാണ് ഈ സംവിധാനം. മന്ത്രിസഭയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് കേരള പുനർനിർമ്മാണ പദ്ധതി നടപ്പാക്കപ്പെടുക. ജില്ലാ തലങ്ങളിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഏറ്റവും പ്രധാനം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്താണ്. അത്തരത്തിൽ ഏകോപിപ്പിക്കുന്നതിനുള്ള സംവിധാനവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത് നടപ്പാക്കുക. ദുരന്തത്തെ അതിജീവിക്കാൻ പറ്റുന്ന വിധം ആസ്തികളെയും ജീവിതോപാധികളെയും പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്തബാധിതരെ സാധാരണ ജീവിതത്തിലേക്ക് അതിവേഗം മടക്കിക്കൊണ്ടുവരാനും നമുക്ക് കഴിയേണ്ടതാണ്. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അത്തരം ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ടുള്ള പുനർനിർമ്മാണവും ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ്. നാം നേരിട്ട പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഇനിയൊരു പ്രളയമുണ്ടായാൽ തകർന്നു പോകാത്ത നിർമ്മാണങ്ങളാണ് നാം ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. പല റോഡുകളും ഒലിച്ചു പോകുന്നത് നമ്മൾ കണ്ടു. അത്തരം പുനർനിർമ്മിക്കുന്ന റോഡുകൾ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നതാവണം. നീരൊഴുക്കിനുള്ള ശേഷി മെച്ചപ്പെടുത്തണം എന്നുമാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. സ്വാഭാവിക പ്രകൃതിയെ സംരക്ഷിച്ച് മനുഷ്യവാസ കേന്ദ്രങ്ങളെ നിലനിർത്തുക എന്നതാണ് നാം കാണുന്നത്. ഇക്കാര്യത്തിൽ നിർമ്മാണത്തിൽ നാടിന് ചേർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ പാരിസ്ഥിതികമായ തകർച്ചയെ ലഘൂകരിക്കാനുള്ള നടപടികളും നാം സ്വീകരിക്കും. അപ്പോൾ നാം ചെലവിടുന്ന പണം നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് സഹായകമാകുന്ന വിധം ഉപയോഗിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് സഹായകരമായ സംവിധാനങ്ങളെയും ഇതുവഴി വികസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ദുരന്ത നിവാരണത്തിൽ ഇടപെടുവാനുള്ള സംസ്ഥാനത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഇതുമൂലം കഴിയും. മാത്രമല്ല, ദുരന്തത്തിൻ്റെ ആഘാതം ഭാവിയിൽ വലിയ തോതിൽ കുറച്ചു കൊണ്ടുവരാനും ഈ സമീപനം സഹായകമാകും. ജോയിന്റ് കൗൺസിൽ സുവർണ ജൂബിലി സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇടവേള.